9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അരുൺ ഒരിക്കലും മഴയെ പൂർണ്ണമായും സ്നേഹിച്ചിരുന്നില്ല. മഴ വരുമ്പോൾ വിശപ്പിന്റെ കനം കൂടുമായിരുന്നു. മഴ മാറിക്കഴിയുമ്പോൾ പാലക്കാടിന്റെ ഭൂതകാലം ഉറഞ്ഞ കളിമൺപാത്രം പോലെ സ്കൂളിനു ചുറ്റും കിടക്കും. ചക്രവാളത്തിലെ മലനിരകൾ പോലും നനഞ്ഞ് കരുത്തിരുണ്ടിരിക്കുന്നു. അങ്ങനെയൊരു ദിവസമായിരുന്നു അത്. കനത്ത പേമാരിയൊന്ന് ശമിച്ച് അന്തരീക്ഷത്തിൽ നനഞ്ഞ മണൽത്തരികളുടെയും പുൽക്കൊടികളുടെയും നേരിയ ഗന്ധം തളം കെട്ടിനിന്നു. സർക്കാർ ഹൈസ്കൂളിലെ ക്ലാസ് മുറികളിൽ നേർത്ത നിശബ്ദതയായിരുന്നു. ഓരോ ശബ്ദത്തിനും ക്ലാസ് മുറിക്കുള്ളിൽ പതിവിലധികം മുഴക്കം അനുഭവപ്പെട്ടു. പഴയ മരബെഞ്ചുകളിൽ കുട്ടികൾ ഒതുങ്ങിയിരുന്നു. അരുൺ ക്ലാസിന്റെ ഏറ്റവും പിറകിലായിരുന്നു ഇരുന്നത്. കീറിയ നിറം മങ്ങിയ ഷർട്ടിന്റെ കോളർ അവൻ കഴുത്തിൽ നിന്ന് അടർത്തി. വിശപ്പിന്റെ നേർത്ത ചൂട് വയറ്റിൽ ഒരു കനൽ പോലെ കിടന്നു. ഉച്ചഭക്ഷണത്തിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ഞിവെള്ളത്തിൽ ഉപ്പിന്റെ അംശം തീരെ കുറവായിരുന്നു. അരുണിന്റെ കണ്ണുകൾ ക്ലാസ് റൂമിന്റെ മൂലയിലിരുന്ന ബാഗിലുടക്കി. അതിനുള്ളിൽ ഒരു തുന്നൽ പൊതിയുണ്ട്. അമ്മ, ലീല. ആളുകളുടെ പഴയ തുണികൾ തുന്നിയും കീറിയവ കൂട്ടിച്ചേർത്തും കിട്ടുന്ന ചില്ലറത്തുട്ടുകൾ കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ 3 മാസമായി അമ്മയുടെ കണ്ണിന് കാഴ്ച മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. തുണിക്കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുമ്പോൾ കട്ടിയുള്ള സൂചി പലപ്പോഴും വിരൽത്തുമ്പിൽ കുത്തും. ഓരോ കുത്തിലും അരുണിന്റെ നെഞ്ചിലാണ് വേദന. തുന്നലിന്റെ വേദന കാരണം അമ്മ പലപ്പോഴും രാത്രി ഉറങ്ങാറില്ല. ഉറക്കം വന്നാൽ പോലും പേടിയോടെ ഞെട്ടിയുണരും. നാളെ നൂലുകോർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ? അതായിരുന്നു അരുണിന്റെ ഏറ്റവും വലിയ ദുഃഖം. ആ നിശബ്ദതയിലേക്ക് ശ്രീകുമാർ മാസ്റ്റർ കടന്നുവന്നു. മലയാളം അധ്യാപകനാണ്. കട്ടികുറഞ്ഞ ഖദർ ഷർട്ടും പഴയ കറുത്ത ഫ്രെയിമുള്ള കണ്ണടയും. പ്രായം 50-നടുത്തെങ്കിലും മാസ്റ്ററുടെ ശരീരഭാഷയ്ക്ക് ഒരു പ്രത്യേക ശാന്തതയുണ്ടായിരുന്നു. അദ്ദേഹം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ അവിടെ മറ്റേതൊരു അധ്യാപകന്റെ സാന്നിധ്യത്തേക്കാൾ ഒരു പ്രത്യേക ശക്തി നിറയും. മാസ്റ്റർ ബെഞ്ചിലിരുന്ന് പതിവുള്ള പുഞ്ചിരിയോടെ കുട്ടികളെ നോക്കി. എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് ഒരു ദിവസം ആകസ്മികമായി 100 രൂപ ലഭിച്ചാൽ എന്തു ചെയ്യും? ഒരു നിബന്ധനയുമില്ല. അത് നിങ്ങളുടേതാണ്. എന്തായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ആവശ്യം? പതിവുപോലെ കുട്ടികൾ ആവേശത്തിലായി. ഞാൻ ഐസ്ക്രീം വാങ്ങും സർ, ചോക്ലേറ്റ് ഫ്ലേവർ. രാജു ചാടി എഴുന്നേറ്റു. സർ, പുതിയൊരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാനാണ് ഞാൻ ഉപയോഗിക്കുക. നല്ല ഒറിജിനൽ ബാറ്റ്. മുരളിക്ക് കളിയോടായിരുന്നു കമ്പം. ഞാൻ എന്റെ കൂട്ടുകാരുമായി ചേർന്ന് ടൗണിൽ പോയി പുതിയ സിനിമ കാണും. വിനോദ്, മാസ്റ്ററുടെ സ്വന്തം മകൻ, 1ാം ബെഞ്ചിലാണിരുന്നത്. വിനോദ് എപ്പോഴും മികച്ച വസ്ത്രം ധരിക്കും. മറ്റുള്ളവരെ അപേക്ഷിച്ച് അവൻ എല്ലാ കാര്യങ്ങളിലും മുൻഗണന ലഭിച്ചിരുന്നു. വിനോദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു വീഡിയോ ഗെയിം കാസറ്റ് വാങ്ങും സാർ. പഴയ കളി കഴിഞ്ഞിട്ട് പുതിയതിലേക്ക് മാറണം. മാസ്റ്റർ ഓരോ ഉത്തരവും ശ്രദ്ധിച്ചു കേട്ടു, ഒരു ചെറു പുഞ്ചിരിയോടെ. ആ പുഞ്ചിരിക്ക് പിന്നിൽ തന്റെ മകന്റെ ഭൗതികതയിലുള്ള താൽപ്പര്യത്തെക്കുറിച്ചുള്ള നേരിയ വേദനയുണ്ടായിരുന്നു. വിനോദിനെ താൻ എല്ലാ സൗകര്യങ്ങളും നൽകി വളർത്തി. പക്ഷെ അവനിലെ നന്മ ഒരു 100 രൂപയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്നുവോ? മാസ്റ്റർക്ക് അരുണിനെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അരുൺ, മാസ്റ്റർ വിളിച്ചു. നിന്റെ ഊഴമാണ്. പറയൂ, നീ എന്തു ചെയ്യും? അരുൺ ഞെട്ടിപ്പോയി. ക്ലാസ്സിൽ പൊതുവെ സംസാരിക്കാത്തൊരു കുട്ടിയായിരുന്നു അവൻ. അവന്റെ കണ്ണുകൾ മാസ്റ്ററെ നോക്കി. മാസ്റ്ററുടെ കണ്ണുകളിലെ പ്രോത്സാഹനം അവന് ധൈര്യം നൽകി. അരുൺ എഴുന്നേറ്റു. അവന് തന്റെ കീറിയ ഷർട്ടിനെക്കുറിച്ചോ ഒട്ടിയ വയറിനെക്കുറിച്ചോ ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. അമ്മയുടെ ചോരക്കറ പുരണ്ട വിരലുകൾ മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. സർ, എനിക്ക് ഐസ്ക്രീമും കളിയുമൊന്നും വേണ്ട. എനിക്ക് 100 രൂപ കിട്ടിയാൽ ഞാൻ അമ്മയ്ക്കൊരു കണ്ണട വാങ്ങിക്കൊടുക്കും. ക്ലാസ് മുറിയിൽ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. കുട്ടികൾ അവനെ അത്ഭുതത്തോടെ നോക്കി. വിനോദിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഈ ഉത്തരം അവിശ്വസനീയമായി അവന് തോന്നി. മാസ്റ്ററുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഈ ദിവസത്തിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. ഒരു കുട്ടിയെങ്കിലും പണത്തേക്കാൾ സ്നേഹത്തിന് വില കൽപ്പിക്കുന്നത് കാണാൻ. എന്തിനാണ് മോനെ കണ്ണട? മാസ്റ്റർ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അരുൺ തുടർന്നു. എന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയതാണ് സാർ. അതിനുശേഷം അമ്മ മാത്രമാണ് വീട്ടുചെലവ് നോക്കുന്നത്. പട്ടിണിയില്ലാതെ ഞങ്ങളെ നോക്കാൻ അമ്മ കഷ്ടപ്പെടുകയാണ്. പഴയ തുണികൾ തുന്നിയാണ് അമ്മ പണം കണ്ടെത്തുന്നത്. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് കാഴ്ച നന്നായി കാണാൻ കഴിയുന്നില്ല. രാത്രിയിൽ തുന്നൽ സൂചി അമ്മയുടെ കയ്യിൽ കുത്തും. അതുകൊണ്ടാണ് ഞാൻ കണ്ണട വാങ്ങണമെന്ന് പറഞ്ഞത്. എനിക്കതൊരു വലിയ ആഗ്രഹമാണ്. അരുൺ പറഞ്ഞ ഓരോ വാക്കും മാസ്റ്ററുടെ ഹൃദയത്തിൽ തറച്ചുകയറി. ഈ കുട്ടിയുടെ വാക്കുകളിൽ വ്യാജമായ ഭക്തിയില്ല, തീവ്രമായ സ്നേഹമുണ്ട്. മാസ്റ്ററുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ക്ലാസ് ബെല്ല് മുഴങ്ങി. കുട്ടികൾ ബാഗെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. വിനോദ് അച്ഛനോട് യാത്ര പോലും പറയാതെ കൂട്ടുകാരുമായി കളിസ്ഥലത്തേക്ക് പോയി. ശ്രീകുമാർ മാസ്റ്റർ അരുണിനെ ക്ലാസ് മുറിയിൽ തന്നെ നിർത്തി. അരുൺ, ഇങ്ങോട്ട് വരൂ. മാസ്റ്റർ പേഴ്സിൽ നിന്ന് ഒരു 100 രൂപ നോട്ടെടുത്തു. എന്നിട്ട് ഒരു 100 രൂപ നോട്ട് കൂടി അതിനൊപ്പം വെച്ചു. ആകെ 200 രൂപ. സാർ, എനിക്ക് 100 രൂപ മതി. കണ്ണടയ്ക്ക് 100 ആകുന്നുള്ളൂ. അരുണിന്റെ കണ്ണുകൾ നോട്ടിൽ നിന്ന് മാസ്റ്ററുടെ മുഖത്തേക്ക് മാറി. അവന് ആശങ്കയുണ്ടായിരുന്നു. ഈ പണം തിരിച്ചടയ്ക്കേണ്ട കടമായി അവന് തോന്നി.
മാസ്റ്റർ ആ നോട്ടുകൾ അരുണിന്റെ കൈവെള്ളയിൽ വെച്ചു. "നീ ഇത് വാങ്ങിക്കോ മോനെ. ബാക്കി പണം നീ അമ്മയ്ക്ക് മരുന്നോ മധുരമോ വാങ്ങിക്കൊടുക്കൂ. എന്റെ കയ്യിൽ നിന്ന് നീയൊരു കടം വാങ്ങുന്നതായി കരുതേണ്ട. ഇത് നിന്റെ അമ്മയോടുള്ള സ്നേഹത്തിന് കിട്ടിയ സമ്മാനമായി കരുതുക. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പണം ഒരു ഉപകരണമാണ് അരുൺ. ലക്ഷ്യം എപ്പോഴും സ്നേഹമായിരിക്കണം. നിന്റെ ഈ സ്നേഹം കളക്ടറായാലും വലിയൊരു മുതലാളിയായാലും മനസ്സിൽ നിന്ന് പോകരുത്. അതാണ് നിന്റെ ഏറ്റവും വലിയ ധനം." അരുണിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന്റെ കീറിയ ഷർത്തിനുള്ളിൽ ഈ 200 രൂപ നോട്ടുകൾ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി അവൻ ഒഴിപ്പിച്ചു. അന്ന് വൈകുന്നേരം അരുൺ വീട്ടിലെത്തി. അവന്റെ അമ്മ ലീല മുറ്റത്തെ തുളസിക്കതിരിന്റെ അടുത്ത് വെളിച്ചം കുറഞ്ഞത് കാരണം തുന്നൽ നിർത്തിയിരിക്കുകയായിരുന്നു. കയ്യിലെ തുന്നൽ കുത്തിന്റെ പാടുകൾ ഉണങ്ങിയിരുന്നില്ല. അരുൺ ഒപ്റ്റിക്കൽ കടയിൽ നിന്ന് വാങ്ങിയ കണ്ണട അമ്മയ്ക്ക് നൽകി. "അമ്മേ, ഇതെന്റെ സമ്മാനമാണ്. സാറ തന്നതാണ്." ലീല അത്ഭുതത്തോടെ കണ്ണട വാങ്ങി. കണ്ണട ധരിച്ച് അവർ ആദ്യമായി ആ വീടിന്റെ അകത്തേക്ക് നോക്കി. മങ്ങിയിരുന്ന കാഴ്ചകൾക്ക് പെട്ടെന്ന് വ്യക്തത വന്നു. തന്റെ മകന്റെ മുഖം, അവനിലെ സ്നേഹം. അവർക്ക് ലോകം വീണ്ടും തെളിഞ്ഞതുപോലെ തോന്നി. "ഇനി സൂചി കയ്യിൽ കുത്തില്ലല്ലോ, എന്റെ മോൻ." ലീലയുടെ ശബ്ദമിടറി. അന്നത്തെ രാത്രി തുന്നൽ മെഷീന്റെ മുഴിഞ്ഞ വെളിച്ചത്തിൽ അമ്മ ആദ്യമായി സൂചിയിൽ നൂൽ കോർത്തു. ആദ്യ ശ്രമത്തിൽ തന്നെ അത് വിജയിച്ചു. ആ സന്തോഷം, ആ ആശ്വാസം അരുണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. ആ നിമിഷം മാസ്റ്റർ നൽകിയ 200 രൂപ വെറും പണമല്ല, തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച പുതിയ കാഴ്ച നൽകിയ കടമാണെന്ന് അവൻ ഉറപ്പിച്ചു. "ഈ കടം ഞാൻ ഒരു ദിവസം തിരിച്ചു കൊടുക്കും. വെറും പണമല്ല, അതിലും വലുത്." വിനോദിന്റെ ആദ്യത്തെ അസൂയ. അതേസമയം സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന വിനോദ് അച്ഛൻ അരുണിന് പണം നൽകുന്നത് ഒളിഞ്ഞു കണ്ടിരുന്നു. വിനോദിന്റെ മനസ്സിൽ അസൂയയുടെ കയ്പ് നിറഞ്ഞു. താനാണ് അച്ഛന്റെ സ്വന്തം മകൻ. എന്നിട്ടും എന്തിനാണ് അച്ഛൻ ആ ദരിദ്രനായ അരുണിനു വേണ്ടി സ്വന്തം പണം ചെലവഴിക്കുന്നത്? തനിക്കുവേണ്ടി പുതിയ കാസറ്റ് പോലും വാങ്ങാൻ മടിക്കുന്ന അച്ഛൻ മറ്റൊരാൾക്ക് 200 രൂപ. എന്റെ അച്ഛൻ എപ്പോഴും ആ പഴയ ദാരിദ്ര്യത്തിന്റെ ചിന്തയിലാണ്. എന്നെ മനസ്സിലാക്കാൻ അച്ഛന് കഴിയില്ല, വിനോദ് മനസ്സിൽ പറഞ്ഞു. അരുണിനോടുള്ള മാസ്റ്ററുടെ സ്നേഹം വിനോദിന് തന്നോടുള്ള സ്നേഹമില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെട്ടു. അവിടെയാണ് നന്മയുടെ വിത്തിനു പകരം അത്യാഗ്രഹത്തിന്റെയും അസൂയയുടെയും വിത്ത് വിനോദിന്റെ മനസ്സിൽ വീണത്. ആ 200 രൂപയുടെ വിനിമയം അന്നത്തെ ക്ലാസ് മുറിയിൽ 2 ശിഷ്യന്മാരുടെയും 2 ജീവിതങ്ങളുടെയും ഗതി തീരുമാനിക്കുകയായിരുന്നു. ഒരാൾക്ക് അത് ലക്ഷ്യത്തിലേക്കുള്ള വെളിച്ചമായപ്പോൾ മറ്റേയാൾക്ക് അത് ഇരുളിലേക്കുള്ള ആദ്യ പടിയായി. വർഷങ്ങൾ ജലരേഖകൾ പോലെ ഒഴുകി നീങ്ങി. ആർദ്രമായ പാലക്കാടൻ മൺസൂണിൽ നിന്ന് ഉണങ്ങിയ വേനലുകളിലൂടെയും വീണ്ടും മഴയിലേക്കും സമയം നീങ്ങിക്കൊണ്ടിരുന്നു. ശ്രീകുമാർ മാസ്റ്റർ ക്ലാസ് മുറികളിൽ നന്മയുടെ പാഠങ്ങൾ തുടർന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരുടെ ജീവിതം 2 വിപരീത ദിശകളിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. മാസ്റ്റർ നൽകിയ 200 രൂപയുടെ നോട്ടിന് അരുണിന്റെ ജീവിതത്തിൽ ഒരു മാന്ത്രിക ശക്തിയുണ്ടായിരുന്നു. ആ നോട്ടുകൾ ചിലവഴിച്ചു വാങ്ങിയ കണ്ണട ലീലയുടെ കാഴ്ച തിരികെ നൽകിയതുപോലെ അത് അരുണിന് ലക്ഷ്യത്തിലേക്കുള്ള ദർശനം നൽകി. അവൻ പഠനത്തിൽ അസാമാന്യമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തളരുമ്പോഴെല്ലാം അവൻ തന്റെ മുറിയുടെ മൂലയിലിരിക്കുന്ന തുന്നൽ മെഷീനിലേക്ക് നോക്കും. സൂചി കയ്യിൽ കുത്താതെ പൂർണ്ണമായ ശ്രദ്ധയോടെ ജോലി ചെയ്യുന്ന അമ്മയുടെ മുഖം കാണുമ്പോൾ അവന്റെ മനസ്സിൽ മാസ്റ്ററുടെ വാക്കുകൾ മുഴങ്ങും. പണം ഒരു ഉപകരണമാണ് അരുൺ. ലക്ഷ്യം എപ്പോഴും സ്നേഹമായിരിക്കണം. അവന്റെ ലക്ഷ്യം കേവലം ഒരു ജോലിയായിരുന്നില്ല. അത് ശ്രീകുമാർ മാസ്റ്ററുടെ തനിക്കുള്ള കടം വീട്ടുക എന്നതായിരുന്നു. ആ കടം പണം കൊണ്ട് മാത്രം വീട്ടാൻ കഴിയുന്നതായിരുന്നില്ല. താൻ മാസ്റ്ററുടെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തി വിജയിച്ചു എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. തന്റെ വിജയം മാസ്റ്റർക്ക് അഭിമാനം നൽകണം. രാത്രി ഏറെ വൈകിയും അവൻ മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പഠിച്ചിരുന്നു. ലീല മകനുവേണ്ടി കാത്തിരിക്കും. ഒരു ദിവസം അവൾ അരുണിന്റെ അടുത്ത് വന്നു. "മോനെ, നീ ഇങ്ങനെ ഉറക്കമിളച്ചാൽ." "അമ്മേ." അരുൺ അമ്മയുടെ കയ്യിൽ തലോടി. "എനിക്കിപ്പോൾ ഈ ഇരുട്ട് പേടിയില്ല. സാർ തന്ന വെളിച്ചം എന്റെ കൂടെയുണ്ട്. ഇത് എന്റെ വെളിച്ചത്തിലേക്കുള്ള വഴിയാണ്. ഞാൻ കളക്ടറാകും. ഈ നാട്ടിലെ ദരിദ്രരായ കുട്ടികൾക്ക് കൈത്താങ്ങ് നൽകാൻ എനിക്ക് കഴിയണം." വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന സിവിൽ സർവീസ് പരീക്ഷാഫലം പുറത്തുവന്നു. പാലക്കാടൻ ഗ്രാമത്തിലെ ഒരു കീറിയ ഷീറ്റ് മേഞ്ഞ വീട്ടിൽ നെഞ്ചിൽ തീരാത്ത പ്രാർത്ഥനയുമായി ലീല ടിവിയിലേക്ക് നോക്കിയിരുന്നു. അരുൺ പട്ടികയിൽ തന്റെ പേര് കണ്ടു. അരുൺ കെ വാഴക്കാട്, ഓൾ ഇന്ത്യ റാങ്ക് 8. ലളിതമായിരുന്ന ആ വീട്ടിൽ ഒരു നിമിഷം ആനന്ദത്തിന്റെ കൊടുങ്കാറ്റ് വീശി. ലീല മകനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അത് സന്തോഷത്തിന്റെ കണ്ണീരായിരുന്നു. വിജയമുറപ്പിച്ച ശേഷം അരുൺ ആദ്യം വിളിച്ചത് മാസ്റ്ററെയായിരുന്നു. അന്ന് മാസ്റ്റർ സ്കൂളിൽ വിരമിക്കുന്നതിന്റെ തലേന്നായിരുന്നു. "സർ, ഞാൻ അരുണാണ്. ഞാൻ ജയിച്ചു സർ. നിങ്ങൾ തന്ന വെളിച്ചം കൊണ്ട്." അരുണിന്റെ വാക്കുകൾ ഇടറി. ഫോണിന്റെ അങ്ങേ തലയ്ക്കൽ
ശ്രീകുമാർ മാസ്റ്ററുടെ ശബ്ദം സന്തോഷം കൊണ്ട് വിറച്ചു. മോനെ അരുൺ, എനിക്കറിയാമായിരുന്നോ, നിന്റെ അമ്മയോടുള്ള നിന്റെ സ്നേഹം അത് നിന്നെ ഒരിക്കലും തോൽപ്പിക്കില്ല. നിന്റെ ഈ വിജയം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിഫലമാണ്. നിനക്ക് ഞാൻ തന്ന കടം നീ വീട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ആ വാക്കുകൾ അരുണിനെ പുതിയൊരു ഉത്തരവാദിത്തബോധം നൽകി. ഇനി താൻ വെറും ഒരു ഉദ്യോഗസ്ഥനല്ല, മാസ്റ്ററുടെ നന്മയുടെ പ്രതിനിധിയാണ്. അടുത്ത ദിവസം ശ്രീകുമാർ മാസ്റ്റർ വിദ്യാലയത്തോട് വിടചൊല്ലി. സ്കൂൾ അങ്കണത്തിലെ യാത്രയയപ്പ് യോഗം വികാരനിർഭരമായിരുന്നു. തന്റെ ജീവിതത്തിലെ 40 വർഷം അദ്ദേഹം ഈ മൺകൂനുകൾക്കിടയിൽ ചെലവഴിച്ചു. എല്ലാ ക്ലാസ് മുറികളിലും അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെയും വാക്കുകളുടെയും ഗന്ധമുണ്ടായിരുന്നു. മാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. പഴയ കറുത്ത ഫ്രെയിമുള്ള കണ്ണടയിൽ വിടവാങ്ങലിന്റെ നേരിയ നനവ് പറ്റിപ്പിടിച്ചിരുന്നു. എന്റെ കുട്ടികളെ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അക്ഷരങ്ങളല്ല, ജീവിതമാണ്. ഞാൻ നിങ്ങളെ ഒരു ചോദ്യം പഠിപ്പിച്ചു. 100 രൂപ കിട്ടിയാൽ എന്തു ചെയ്യും? ഇന്ന് എന്റെ ശിഷ്യൻ അരുൺ ആ ചോദ്യത്തിന് ഏറ്റവും നല്ല മറുപടി നൽകി രാജ്യത്തിന്റെ സേവനത്തിനായി പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ വിജയം നിങ്ങളുടെ പണത്തിന്റെയോ സ്ഥാനത്തിന്റെയോ വലുപ്പമല്ല, നിങ്ങൾ എത്ര പേർക്ക് വെളിച്ചം നൽകിയെന്നതിലാണ്. അദ്ദേഹം വിരമിച്ചു. സ്കൂളിന്റെ ഗേറ്റ് കടന്നു പോകുമ്പോൾ പിന്നിലെ മരബെഞ്ചുകളും കറുത്ത ബോർഡും മാസ്റ്ററെ നോക്കി നിശബ്ദമായി കരയുന്നതുപോലെ തോന്നി. വീട്ടിലെത്തിയ മാസ്റ്റർക്ക് ആദ്യമായി വലിയ ശൂന്യത അനുഭവപ്പെട്ടു. പുസ്തകങ്ങൾ, എഴുത്ത്, പഴയ ഡയറി കുറിപ്പുകൾ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. ഭാര്യ നേരത്തെ മരിച്ചുപോയിരുന്നു. ഇനി വീട്ടിൽ വിനോദ് മാത്രം. വിനോദ് അച്ഛന്റെ പാത പിന്തുടർന്നില്ല. അവന് മാസ്റ്ററുടെ പഴയ ധാർമ്മികത അരോചകമായിരുന്നു. മാസ്റ്റർ വിരമിച്ചതിനു ശേഷം ലഭിച്ച വലിയ തുക കണ്ടപ്പോൾ വിനോദിന്റെ കണ്ണുകൾ തിളങ്ങി. ഇത്രയും കാലം അച്ഛൻ ഈ പണം പൂഴ്ത്തിവച്ചിരിക്കുകയായിരുന്നു. അച്ഛന്റെ പ്രസംഗങ്ങളെല്ലാം വെറും പാഴ്വാക്കുകളായിരുന്നു. അവൻ മനസ്സിൽ ചിന്തിച്ചു. തന്റെ കൂട്ടുകാരുമായി ചേർന്ന് വിനോദ് ഒരു വലിയ ബിസിനസ് സംരംഭം തുടങ്ങി. റിയൽ എസ്റ്റേറ്റ്. എളുപ്പത്തിൽ പണമുണ്ടാക്കുക, വലിയ കാറുകൾ വാങ്ങുക, ആഡംബര ജീവിതം നയിക്കുക, അതായിരുന്നു അവന്റെ ലക്ഷ്യം. അച്ഛന്റെ ഉപദേശം അവൻ പാടെ അവഗണിച്ചു. മാസ്റ്റർ പലപ്പോഴും താക്കീത് നൽകി. മോനെ, പണത്തിന് പിന്നാലെ പായരുത്. സത്യസന്ധതയില്ലാത്ത ഒരു ലാഭവും അധികകാലം നിലനിൽക്കില്ല. അച്ഛൻ പഴഞ്ചനാണ്. ഈ കാലത്ത് മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് മണ്ടത്തരമാണ്. ഞാൻ അച്ഛനെ വലിയൊരു ബംഗ്ലാവിൽ കൊണ്ടെത്തിക്കും, വിനോദ് പരിഹസിച്ചു. മാസ്റ്റർ നിശബ്ദനായി. അരുൺ കലക്ടറായ വാർത്ത വിനോദിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. ആ ദരിദ്രവാസിക്കാണ് ഈ ലോകം മുഴുവൻ പിന്തുണ. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അവൻ സ്വയം പറഞ്ഞു. അത്യാഗ്രഹത്തിന്റെയും കണക്കില്ലായ്മയുടെയും മുകളിൽ പടുത്തുയർത്തിയ വിനോദിന്റെ ബിസിനസ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ഒരു വലിയ സർക്കാർ പദ്ധതിയിൽ മുതൽ മുടക്കിയ പണം മുഴുവൻ നഷ്ടമായി. കൂട്ടുകാർ കൈവിട്ടു. വായ്പ നൽകിയവർ വാതിൽപ്പടിയിലെത്തി. വിനോദിന് ഭ്രാന്തു പിടിക്കുന്ന അവസ്ഥയായി. അവൻ ആകെ തകർന്ന അവസ്ഥയിൽ വീട്ടിൽ വന്നു. വിനോദ്, എന്താ സംഭവിച്ചത്? മാസ്റ്റർ പേടിയോടെ ചോദിച്ചു. വിനോദ് തീർത്തും മാറിപ്പോയിരുന്നു. അവൻ തന്റെ കോപം മുഴുവൻ മാസ്റ്ററുടെ നേർ കഴിച്ചുവിട്ടു. എല്ലാം അച്ഛൻ കാരണമാണ്. ഈ വീടും സ്ഥലവും വിറ്റ് എനിക്ക് പണം തന്നിരുന്നെങ്കിൽ എനിക്ക് വീണ്ടും എഴുന്നേൽക്കാമായിരുന്നു. അച്ഛൻ നിങ്ങളുടെ പഴയ പെൻഷൻ തുക എന്തിനാണ് ബാങ്കിൽ വച്ചത്? ഈ രാജ്യസേവനത്തിന്റെയും മൂല്യങ്ങളുടെയും പേരും പറഞ്ഞ് അച്ഛൻ എന്നെ തകർത്തു. വിനോദിന്റെ ശബ്ദം ആ വീടിന്റെ ഭിത്തികളിൽ അലച്ചുകയറി. മാസ്റ്ററുടെ ഹൃദയം നുറുങ്ങി. മോനെ, ഞാൻ നിനക്കുവേണ്ടിയാണ് എല്ലാം ചെയ്തത്. പക്ഷേ നീ തെറ്റായ വഴി തിരഞ്ഞെടുത്തു. മറ്റൊരാളുടെ പണം ഉപയോഗിച്ച് പെട്ടെന്ന് പണക്കാരനാകാൻ ശ്രമിക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ പഠിപ്പിച്ചത് ദാരിദ്ര്യത്തിന്റെ പാഠമാണ്, അല്ലാതെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചില്ല. അരുണിനെ സഹായിക്കാൻ നിങ്ങൾക്ക് 200 രൂപയുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം മകനുവേണ്ടി ഒന്നും ചെയ്തില്ല, വിനോദ് ക്രൂരമായി പറഞ്ഞു. മാസ്റ്റർ കസേരയിലേക്ക് തളർന്നിരുന്നുപോയി. വിനോദ് തന്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. ഒരു മകൻ തന്റെ അച്ഛനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു ആ കുറ്റപ്പെടുത്തൽ. 4. വീട് വിൽക്കുന്നു. പലായനത്തിന്റെ വേദന. കടം പെരുകിയപ്പോൾ വിനോദ് ഒരു വഴി കണ്ടെത്തി. പാലക്കാട്ടെ ആ പഴയ വീട് വിൽക്കുക. അത് മാസ്റ്ററുടെ ഓർമ്മകളായിരുന്നു. തന്റെ ഭാര്യയോടൊപ്പമുള്ള ജീവിതവും അരുണിനെപ്പോലുള്ള ആയിരക്കണക്കിന് കുട്ടികളെ വളർത്തിയ ക്ലാസ് മുറിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള ആ വീട് മാസ്റ്റർക്കൊരു ക്ഷേത്രം പോലെയായിരുന്നു. മോനെ, ഈ വീട്, ഇത് വിൽക്കരുത്. ഇത് നമ്മുടെ ഓർമ്മകളാണ്. മാസ്റ്റർ കെഞ്ചി. ഓർമ്മകൾ കൊണ്ടെന്റെ കടം വീട്ടാൻ കഴിയില്ല അച്ഛാ. നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളെ സ്നേഹിച്ചോളൂ. എനിക്കിപ്പോൾ പണമാണ് വേണ്ടത്, വിനോദ് നിസ്സംഗതയോടെ പറഞ്ഞു. മാസ്റ്റർ നിസ്സഹായനായിരുന്നു. അദ്ദേഹം വിനോദിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു.
വിനോദ് കാരണം അദ്ദേഹം ജീവിതത്തിൽ സമ്പാദിച്ച പെരുമയും അഭിമാനവും മുഴുവൻ നഷ്ടപ്പെട്ടു. അവസാനം വിനോദിന്റെ കടം തീർക്കാൻ വീട് വിറ്റു. പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. വിനോദിന് തൃശൂരിൽ ഒരു ചെറിയ ഫ്ളാറ്റ് ഉണ്ടായിരുന്നു. വീടിന്റെ പടിയിറങ്ങുമ്പോൾ ശ്രീകുമാർ മാസ്റ്റർ ഒരിക്കൽ കൂടി ആ മുറ്റം നോക്കി. മൺസൂൺ മഴയിൽ തന്റെ ക്ലാസ് മുറിയിലേക്ക് നടന്നുവരുന്ന അരുണിനെ പോലുള്ള പാവപ്പെട്ട കുട്ടികളുടെ മുഖങ്ങൾ മാസ്റ്ററുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. പാലക്കാട് വിട്ടപ്പോൾ മാസ്റ്റർക്ക് തന്റെ ആത്മാവിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. തൃശൂരിലെ പുതിയ ഫ്ളാറ്റ് ചെറുതും ശബ്ദമുഖരിതവും എല്ലാ സ്നേഹബന്ധങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതുമായിരുന്നു. വിനോദിന് തന്റെ ബിസിനസ് തിരക്കുകൾ കാരണം മാസ്റ്ററുമായി സംസാരിക്കാൻ പോലും സമയമില്ലായിരുന്നു. മാസ്റ്ററുടെ ദിവസങ്ങൾ ഒറ്റപ്പെടലിലേക്ക് നീങ്ങാൻ തുടങ്ങി. അദ്ദേഹം ജനാലയ്ക്കരികിലിരുന്ന് പഴയ ഡയറികൾ വായിച്ചു. അരുണിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ ഒരു നിധിയായി മാസ്റ്റർ സൂക്ഷിച്ചു. അരുണിന്റെ വിജയം അദ്ദേഹത്തിന് ആശ്വാസമായിരുന്നു. പക്ഷേ സ്വന്തം മകന്റെ ഈ അവസ്ഥ അദ്ദേഹത്തെ തളർത്തി. ഈ ഒറ്റപ്പെടൽ തന്നെ ഉപേക്ഷിക്കാനുള്ള വിനോദിന്റെ തീരുമാനത്തിന് വളമായി. സ്നേഹത്തിന്റെ വേരുകൾ അറ്റുപോയ ആ ഫ്ളാറ്റ് വിനോദിന് മാസ്റ്ററെ ഒഴിവാക്കാനുള്ള ഒരു തടവറ മാത്രമായിരുന്നു. ആ സമയം കിലോമീറ്ററുകൾക്കപ്പുറം അരുൺ കളക്ടറായ ചുമതലയേൽക്കുകയായിരുന്നു. പുതിയ ഉത്തരവാദിത്തത്തിന്റെ തിരക്കിനിടയിലും മാസ്റ്ററോട് കടം വീട്ടാനുള്ള പ്രതിജ്ഞ അവന്റെ മനസ്സിൽ ഒരു കനൽ പോലെ എരിഞ്ഞു നിന്നു. ഗുരുദക്ഷിണ നൽകാൻ താൻ വൈകിപ്പോകുമോ എന്ന് അരുൺ ഭയന്നു. കളക്ടർ അരുൺ കെ വാഴക്കാട് തന്റെ ഔദ്യോഗിക പദവിയിലെത്തിയിട്ട് 3 വർഷം പിന്നിട്ടിരുന്നു. അദ്ദേഹം ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് തന്റെ ജന്മനാടായ പാലക്കാട് ജില്ലയിലായിരുന്നില്ല. എങ്കിലും തന്റെ ഗുരുനാഥനെ തേടി അദ്ദേഹം പാലക്കാടിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തിച്ചേർന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി പാലക്കാടിനോട് ചേർന്നൊരു ഗ്രാമീണ പ്രദേശത്തെ സർക്കാർ സ്കൂളിന് മുന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ കാർ വന്നു നിന്നത്. ആ പഴയ സ്കൂൾ വളപ്പിൽ പതിവില്ലാത്തൊരു നിശബ്ദത തളം കെട്ടിനിന്നു. കനത്ത മഴ പെയ്തൊഴിഞ്ഞ ഒരു ഉച്ചനേരം. മൺസൂൺ നീരുറവകൾ കെട്ടിനിന്ന ചെളിക്കുണ്ടുകൾക്കിടയിലൂടെ അരുണിന്റെ ഔദ്യോഗിക വാഹനം സൈറൻ മുഴക്കി കടന്നുവന്നപ്പോൾ സ്കൂളിലെ അന്തരീക്ഷം ആകസ്മികമായി മാറിമറിഞ്ഞു. ക്ലാസ് മുറികളിൽ കുട്ടികൾ പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ സൈറൻ മുഴങ്ങിയപ്പോൾ കുട്ടികൾ ആകാംക്ഷയോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു വലിയ സർക്കാർ വാഹനം, കളക്ടറുടെ വണ്ടി എന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ വന്നു നിന്നു. വാഹനം നിശ്ചലമായപ്പോൾ ചുറുചുറുക്കുള്ള ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച ഒരു യുവാവ് അതിൽ നിന്ന് പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ മുഖത്തെ ഗൗരവവും എന്നാൽ ശാന്തവുമായ ഭാവം ഒരു വലിയ ഉദ്യോഗസ്ഥന്റേതായിരുന്നു. അരുൺ സാർ, ലത ടീച്ചർ ഇപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പലാണ്. അവർ അത്ഭുതത്തോടെ സ്വയം മന്ത്രിച്ചു. അവർ പഴയ ശ്രീകുമാർ മാസ്റ്ററുടെ സഹപ്രവർത്തകയായിരുന്നു. മാസ്റ്റർ വിരമിക്കുന്നതിന്റെ തലേന്നാണ് അരുൺ IAS നേടിയ വാർത്ത സ്കൂളിലെത്തിയത്. അരുൺ നേരെ ഓഫീസിലേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ കാൽവെപ്പുകൾക്ക് വർഷങ്ങൾക്ക് മുൻപ് ഈ സ്കൂളിൽ പഠിച്ച ദരിദ്ര വിദ്യാർത്ഥിയുടെ വിനയമുണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗിക പദവിയുടെ ദൃഢതയും ഉണ്ടായിരുന്നു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ ലതാ ടീച്ചർ ഇരിക്കുന്നുണ്ടായിരുന്നു. അരുണിനെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റു, കൈകൂപ്പി. കളക്ടർ സാർ, ഇത് വലിയൊരു ഭാഗ്യമാണ്. എന്താവശ്യത്തിനാണ് സാർ വന്നത്? ഞങ്ങൾക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ? ലതാ ടീച്ചർ ആകാംക്ഷയോടെ ചോദിച്ചു. അരുൺ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒരുപാട് ഓർമ്മകളുടെ ഭാരമുണ്ടായിരുന്നു. ടീച്ചർ, ഞാൻ വന്നത് എന്റെ പഴയ കടം വീട്ടാനാണ്. ഞാൻ ശ്രീകുമാർ മാസ്റ്ററെ കാണാൻ വന്നതാണ്. ലതാ ടീച്ചർക്ക് വിശ്വസിക്കാനായില്ല. ഒരു കളക്ടർ ഇത്രയും ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്ററെ തേടി വന്നിരിക്കുന്നു, അതും ഒരു കടം വീട്ടാൻ. ശ്രീകുമാർ സാറോ? എന്തിനാണ് സാർ? നിങ്ങൾക്ക് മാസ്റ്ററുമായി എന്താണ് ബന്ധം? ടീച്ചർ ചോദിച്ചു. അരുൺ തന്റെ കണ്ണുകൾ ക്ലാസ് മുറിയുടെ നേർക്ക് തിരിച്ചു. ഒരു നിമിഷം അദ്ദേഹം ബാല്യത്തിലേക്ക് മടങ്ങി. ടീച്ചർ, എന്റെ പേര് അരുൺ. പണ്ട് ഈ സ്കൂളിൽ പഠിച്ച അരുൺ. മാസ്റ്റർ എന്റെ ജീവിതം മാറ്റിമറിച്ച ഒരാളാണ്. ഞാൻ എന്റെ അമ്മയ്ക്ക് കണ്ണട വാങ്ങാൻ 100 രൂപ തികയാതെ വന്നപ്പോൾ അദ്ദേഹം 200 രൂപ തന്നു. നീ ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞു. ആ കടം കേവലം പണമായിരുന്നില്ല, അതായിരുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുരുദക്ഷിണ. ആ വാക്കുകളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ എന്റെ ഗുരുവിന് നേരിട്ട് ആ കടം തിരികെ നൽകണം. അതായിരുന്നു എന്റെ പ്രതിജ്ഞ. ടീച്ചറിന്റെ കണ്ണുകൾ നിറഞ്ഞു. മാസ്റ്ററുടെ നന്മ ടീച്ചർക്കറിയാമായിരുന്നു. പക്ഷേ അതൊരു കളക്ടറെ തിരികെ കൊണ്ടുവരുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. മോനെ അരുൺ, നിന്നെപ്പോലെ ഒരു ശിഷ്യനെ കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭാഗ്യമാണ്. ടീച്ചർ നിസ്സഹായതയോടെ തുടർന്നു. പക്ഷേ ശ്രീകുമാർ സാർ ഇപ്പോൾ ഇവിടെയില്ല. വിരമിച്ച ശേഷം അദ്ദേഹം ഈ വീടും സ്ഥലവും വിറ്റ് തൃശൂരിലേക്ക് മാറിപ്പോയി. സാമ്പത്തികമായി അദ്ദേഹത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ മകൻ വിനോദാണ് എല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. ഞങ്ങൾ അധികം ബന്ധപ്പെടാറില്ലായിരുന്നു. വിനോദിനെന്തോ ബിസിനസ് പരാജയം സംഭവിച്ചെന്ന് കേട്ടിരുന്നു. മാസ്റ്ററുടെ ദുരിതത്തെക്കുറിച്ചുള്ള സൂചന അരുണിന്റെ മനസ്സിൽ ഒരു തീവ്ര വേദനയുണ്ടാക്കി. അദ്ദേഹത്തിന്റെ വിലാസം എന്റെ കയ്യിലുണ്ട്. ഈ വീട് വിറ്റ ശേഷം വിനോദ് പുതിയ അഡ്രസ് നൽകിയിരുന്നു, ലതാ ടീച്ചർ പറഞ്ഞു. അവർ ഉടൻ തന്നെ ഒരു തുണ്ട് കടലാസിൽ തൃശൂരിലെ വിലാസം എഴുതി നൽകി. ടീച്ചർ, ഒരുപാട് നന്ദിയുണ്ട്. അരുൺ ആ പേപ്പർ കീശയിലിട്ടു. അദ്ദേഹം മാസ്റ്ററെ എത്രയും പെട്ടെന്ന് കണ്ടേ മതിയാവൂ എന്ന ചിന്തയിൽ തിടുക്കം കാട്ടി. പാലക്കാടുമായി വിട പറഞ്ഞ് അരുണിന്റെ കാർ തൃശൂരിലേക്ക് പാഞ്ഞു. റോഡിലൂടെയുള്ള ആ യാത്ര അരുണിനെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു. താൻ എത്ര ഉയരത്തിലെത്തിയാലും മാസ്റ്ററോടുള്ള കടം വീട്ടിയാലേ ആ കസേരയ്ക്ക് പൂർണ്ണത കൈവരൂ. ടീച്ചർ തന്ന വിലാസം തൃശൂർ നഗരത്തിന് പുറത്തുള്ള ഒരു സാധാരണ റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നു. അരുൺ കാർ നിർത്തി ആ പഴയ വീടിന്റെ ഗേറ്റിനു മുന്നിൽ നിന്നു. പ്രതീക്ഷിച്ചതുപോലെ അതൊരു ചെറിയ വീടായിരുന്നു. എന്നാൽ വീട്ടിൽ മറ്റു ചിലരാണ് താമസിച്ചിരുന്നത്. അരുൺ അവരോട് കാര്യങ്ങൾ തിരക്കി. ഇവിടെ ശ്രീകുമാർ മാസ്റ്റർ എന്നൊരാൾ താമസിച്ചിരുന്നില്ലേ? ആ, അവരില്ല. ആ വീട്ടുടമസ്ഥൻ ഇത് വിറ്റ് എങ്ങോട്ടോ പോയെന്ന് തോന്നുന്നു. ഒരു മകനുണ്ടായിരുന്നു, വിനോദ്. ആകെ പ്രശ്നങ്ങളായിരുന്നു. അവർ പുതിയൊരു സ്ഥലത്തേക്ക് പോയെന്നാണ് കേട്ടത്. ആ മകൻ വഴിയാണ് ഈ വീട് വിറ്റത്. എവിടെയാണെന്ന് അറിയാമോ? അരുൺ ചോദിച്ചു. അയാൾ സംശയിച്ചു പറഞ്ഞു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നഗരത്തിന്റെ കിഴക്കുഭാഗത്തുള്ള ഒരു ഫ്ളാറ്റിലേക്ക് അവർ താമസം മാറിയെന്ന് തോന്നുന്നു. വിനോദാണ് എല്ലാം നോക്കിയത്. അയാളുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഭാഗ്യവശാൽ പുതിയ താമസക്കാർ വിനോദിന്റെ മൊബൈൽ നമ്പർ നൽകി. അരുൺ ആ നമ്പറിലേക്ക് വിളിച്ചില്ല. പകരം അദ്ദേഹം വിനോദ് താമസിക്കുന്ന പുതിയ ഫ്ളാറ്റിന്റെ വിലാസം കണ്ടെത്താൻ തന്റെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ചു. മാസ്റ്ററെ കാണാൻ താൻ കലക്ടറാണെന്നറിഞ്ഞ് വിനോദ് സത്യം മറച്ചുവെച്ചേക്കാമെന്ന് അരുണിന് തോന്നി. വൈകുന്നേരം തൃശൂരിലെ താരതമ്യേന മോശം നിലയിലുള്ള ഒരു ഫ്ളാറ്റിന്റെ മുന്നിൽ കലക്ടറുടെ വാഹനം വീണ്ടും സൈറൺ മുഴക്കി നിന്നു. സൈറൺ കേട്ട് ഫ്ളാറ്റിലെ താമസക്കാർ ആകാംക്ഷയോടെ പുറത്തേക്ക് വന്നു. അരുൺ വാതിലിൽ മുട്ടി. വിനോദ്, ശ്രീകുമാർ മാസ്റ്ററുടെ മകൻ. മുഷിഞ്ഞ വസ്ത്രം, ക്ഷീണിച്ച മുഖം. പഴയ അഹങ്കാരത്തിന്റെ ലാഞ്ചനകൾ പോലും അവനിൽ നിന്ന് മാഞ്ഞുപോയിരുന്നു. അവന്റെ കണ്ണുകളിൽ ഭയവും കുറ്റബോധവും നിഴലിച്ചു. ആരെയാണ് വേണ്ടത്? വിനോദ് പതർച്ചയോടെ ചോദിച്ചു. കലക്ടറുടെ വണ്ടിയും തന്നെ തേടി വന്ന ഉദ്യോഗസ്ഥനെയും കണ്ടപ്പോൾ അവന്റെ ഹൃദയം നിലച്ചുപോയതുപോലെ തോന്നി. അവൻ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടു വന്നതാണോ എന്ന ഭയം അവനെ വേട്ടയാടി. ഞാൻ അരുൺ, കലക്ടർ ശാന്തനായി പറഞ്ഞു. ഞാൻ ശ്രീകുമാർ മാസ്റ്ററെ കാണാൻ വന്നതാണ്. എനിക്ക് അദ്ദേഹത്തോട് ഒരു കടം വീട്ടാനുണ്ട്. ഞാൻ മാസ്റ്ററുടെ ശിഷ്യനാണ്. അരുണിന്റെ പേര് കേട്ടപ്പോൾ വിനോദ് ഞെട്ടി. അരുൺ, കലക്ടർ, അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അഭിമാനിക്കുകയും ചെയ്തിരുന്നവൻ. വിനോദിന്റെ മനസ്സിലൂടെ ഭയം അലയടിച്ചു. അച്ഛൻ വെളിയൂർക്ക് പോയിരിക്കുകയാണ് സാർ. ഒരു ബന്ധുവിന്റെ വീട്ടിൽ. 2 ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ, വിനോദ് കള്ളം പറഞ്ഞു. കളക്ടറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ അവന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ പണം എന്റെ കയ്യിൽ തരാമോ? ഞാൻ അച്ഛന് കൊടുക്കാം. നിങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യനല്ലേ? നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല, വിനോദ് ധൈര്യം സംഭരിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അരുൺ ശാന്തനായി അവനെ നോക്കി. കലക്ടറുടെ കണ്ണുകൾക്ക് മുന്നിൽ ഒരാൾക്ക് കൂടുതൽ നേരം കള്ളം പറയാൻ കഴിയില്ലായിരുന്നു. ഒരു കലക്ടറുടെ പരിശീലനത്തിൽ മനുഷ്യന്റെ മുഖഭാവങ്ങൾ വായിച്ചെടുക്കുന്നത് ഒരു പാഠമാണ്. വിനോദിന്റെ വിയർപ്പ് നിറഞ്ഞ നെറ്റി, പതറിയ കണ്ണുകൾ, ഇടറുന്ന സംസാരം, സത്യം മറ്റെവിടെയോ ആണെന്ന് അരുണിന് മനസ്സിലായി. ഇല്ല വിനോദ്, എനിക്കാ കടം എന്റെ ഗുരുവിന് നേരിട്ട് നൽകണം. അത് പണം മാത്രമല്ല. എവിടെയാണ് മാസ്റ്റർ? എനിക്ക് സത്യം വേണം. അരുണിന്റെ ഈ ഭാവം വിനോദിനെ തളർത്തി. അവന്റെ മുഖം വിഷാദം കൊണ്ട് കറുത്തു. അവൻ നിസ്സഹായനായി തലകുനിച്ചു. ഞാനൊരു തെറ്റ് ചെയ്തു പോയി സാർ. എന്റെ ബിസിനസ് തകർന്നു. എനിക്കാരെയും സഹായിക്കാൻ കഴിഞ്ഞില്ല. കടങ്ങൾ കൂടി. അച്ഛനെന്റെ ഒരു ഭാരമായി മാറി. അച്ഛന് ഓർമ്മക്കുറവുണ്ടായി തുടങ്ങിയിരുന്നു. വിനോദ് കണ്ണുകൾ തിരുമി. അവൻ പതുക്കെ പറഞ്ഞു. ഞാൻ അച്ഛനെ 4 മാസം മുൻപ് നഗരത്തിനു പുറത്തുള്ള ശാന്തിഭവനം എന്ന അനാഥാലയത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. അവിടെയാണ് അച്ഛനിപ്പോൾ. കളക്ടറുടെ മുഖം വിവരണമായി. ലോകം തകർന്നു വീണ ഒരു നിമിഷം. മാസ്റ്റർ, നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീകം, അനാഥാലയത്തിലോ? സ്വന്തം മകൻ ഉപേക്ഷിച്ച നിലയിൽ. അരുൺ ദേഷ്യപ്പെട്ടില്ല. അദ്ദേഹത്തിന് വിനോദിനോട് ദേഷ്യത്തേക്കാൾ കൂടുതൽ അലിവാണ് തോന്നിയത്. ഇത്രയും സ്നേഹമുള്ള ഒരാളുടെ മകൻ
എങ്ങനെ ഇത്രയും ദുഷിച്ചുപോയി? എന്റെ സാർ ചെയ്ത നന്മയുടെ കടം ഞാൻ വീട്ടാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം മകന്റെ ക്രൂരതയുടെ കടം വീട്ടേണ്ടി വന്നിരിക്കുന്നു. അരുൺ മനസ്സിൽ മന്ത്രിച്ചു. വിലാസം തരൂ, അരുൺ ശാന്തമായി ആവശ്യപ്പെട്ടു. വിനോദ് പേടിയോടെ അനാഥാലയത്തിന്റെ വിലാസം എഴുതി നൽകി. അരുൺ ആ കടലാസ് വാങ്ങി തന്റെ കാറിലേക്ക് തിരിഞ്ഞു നടന്നു. താൻ മാസ്റ്ററെ തേടിയുള്ള യാത്രയിലെ ഏറ്റവും വലിയ വേദനയുടെ കെട്ടാണിപ്പോൾ അഴിഞ്ഞു വീണത്. മാസ്റ്ററെ കാണാൻ, ആ ഗുരുവിനെ തന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അരുൺ കാറിന്റെ ഡോർ തുറന്നു. അനാഥാലയത്തിലേക്ക്, തൃശൂരിലെ ശാന്തിഭവനത്തിലേക്ക് കലക്ടറുടെ യാത്ര തുടർന്നു. ഞാൻ ശ്രീകുമാർ സാറിനെ കാണാൻ വന്നതാണ്. അദ്ദേഹം ഇവിടെയുണ്ടെന്നറിഞ്ഞു, അരുൺ അനാഥാലയം മാനേജരായ മറിയാമ്മ ടീച്ചറോട് പറഞ്ഞു. മറിയാമ്മ ടീച്ചർക്ക് ആ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ അത്ഭുതമായിരുന്നു. ശ്രീകുമാർ മാസ്റ്ററോ? ആരാണദ്ദേഹം? ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ? ആരാണ് ഈ കലക്ടറെ തേടി ഇവിടെ എത്തിയത്? ശ്രീകുമാറോ? ഒരു വയസ്സായ ആൾ. അദ്ദേഹം 4 മാസം മുൻപ് ഇവിടെ എത്തിയതാണ്. മകനാണ് കൊണ്ടുവന്നത്. മാനസികമായി കുറച്ചു ബുദ്ധിമുട്ടുണ്ട്, ഓർമ്മക്കുറവുണ്ട്. സാറാരാണ്? മറിയാമ്മ ടീച്ചർ സംശയത്തോടെ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, എന്റെ ഗുരുനാഥൻ. അരുൺ മറുപടി നൽകി. ഈ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഗൗരവപൂർണവും എന്നാൽ വാത്സല്യമുള്ളതുമായിരുന്നു. മറിയാമ്മ ടീച്ചർ അരുണിനെ ശ്രീകുമാർ മാസ്റ്റർ കിടക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. അതൊരു വലിയ ഹോളായിരുന്നു. വൃത്തിയുള്ള എന്നാൽ തീർത്തും നിശബ്ദമായൊരു സ്ഥലം. ഒരു മൂലയിലെ കട്ടിലിൽ മെലിഞ്ഞ് അവശനായി കണ്ണട പോലും ധരിക്കാതെ ശ്രീകുമാർ മാസ്റ്റർ കിടക്കുന്നു. ചുളിവുകൾ വീണ മുഖത്ത് കാലം വരുത്തിയ മാറ്റങ്ങൾ പ്രകടമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരുതരം ശൂന്യത നിഴലിച്ചു. അദ്ദേഹം ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. ഒരുപക്ഷെ പാലക്കാട്ടെ പഴയ സ്കൂൾ മുറ്റത്തേക്ക്. അരുണിന്റെ നെഞ്ചു പൊള്ളി. തന്നെ ധാർമ്മികത പഠിപ്പിച്ച, നന്മയുടെ പാഠങ്ങൾ പാർന്നു നൽകിയ തന്റെ ഗുരുവിന്റെ ഈ അവസ്ഥ. സ്വന്തം മകൻ ഉപേക്ഷിച്ചതിന്റെ വേദന ആ മുഖത്ത് തളം കെട്ടി നിന്നിരുന്നു. അരുൺ മെല്ലെ മാസ്റ്ററുടെ കട്ടിലിനടുത്തു ചെന്നു. സാർ, ഞാൻ വന്നതാണ്. നിങ്ങൾക്ക് സുഖമാണോ? അരുൺ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ശ്രീകുമാർ മാസ്റ്റർ വളരെ പതുക്കെ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അരുണിന്റെ ഔദ്യോഗിക വേഷത്തിലുടക്കി. ഓർമ്മകളില്ലാത്തതിനാൽ അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത് ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു. ആരാണ്? മോനെ, എനിക്ക് ഓർമ്മയില്ല. ഞാൻ പഴയൊരു സ്കൂൾ മാസ്റ്ററാണ്. എന്റെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. മാസ്റ്ററുടെ ശബ്ദം ദുർബലമായിരുന്നു. അരുൺ തന്റെ കണ്ണുകളടച്ചു. കണ്ണീർ തുളുമ്പിയില്ല. പകരം ഒരു ദൃഢനിശ്ചയമാണ് ആ മനസ്സിലുയർന്നത്. സാർ, എന്നെ ഓർമ്മയില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്കൊരു കടം ഓർമ്മയുണ്ടാകുമോ? വർഷങ്ങൾക്കു മുൻപ് പാലക്കാട്ടെ ആ സ്കൂളിൽ വെച്ച് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് നിങ്ങൾ നൽകിയ കടം. മാസ്റ്ററുടെ മുഖത്ത് ഒരു നേരിയ മാറ്റം വന്നു. കടമോ? അരുൺ തുടർന്നു. ശബ്ദം മനഃപൂർവ്വം ഉയർത്തി, ക്ലാസ് മുറിയിലെ അതേ വികാരത്തോടെ. ഞാനാണ് ആ അരുൺ. എന്റെ അമ്മയ്ക്ക് കണ്ണട വാങ്ങാൻ 100 രൂപ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, മോനെ, നീ ഇത് വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് 200 രൂപ തന്നത് നിങ്ങളല്ലേ സാർ? പണം ഉപകരണമാണ്, സ്നേഹമാണ് ലക്ഷ്യമെന്ന് പഠിപ്പിച്ചത് നിങ്ങളല്ലേ സാർ? ഞാനാണ് ആ വിദ്യാർത്ഥി, നിങ്ങളുടെ അരുൺ. അരുണിന്റെ വാക്കുകൾ ശ്രീകുമാർ മാസ്റ്ററുടെ മരവിച്ചുപോയ ഓർമ്മകളെ തട്ടിയുണർത്തി. ആ 200 രൂപയുടെ സ്നേഹം, അത് കേവലം ഒരു തുകയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയുടെ പ്രവൃത്തിയായിരുന്നു. മാസ്റ്ററുടെ കണ്ണുകൾ പെട്ടെന്ന് വിടർന്നു. അതിൽ നിന്ന് ശൂന്യത മാഞ്ഞുപോയി. പകരം ഒരു തീവ്രമായ വികാരം അലതല്ലി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അരുൺ, എന്റെ മോനെ, നീയോ? മാസ്റ്റർ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഓടിച്ചെന്ന് അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചു. ആലിംഗനം ചെയ്യുമ്പോൾ മാസ്റ്ററുടെ ശരീരം ദുർബലമായിരുന്നു. പക്ഷേ ആ മനസ്സ് പഴയതുപോലെ ശക്തമായിരുന്നു. നീയോ മോനെ? നീ എന്നെ അന്വേഷിച്ച് ഇവിടെ വരെ വന്നോ? ആ 200 രൂപ തിരിച്ചു തരാനോ? ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നീ എന്റെ വാക്ക് ഓർത്തോ? മാസ്റ്റർ തേങ്ങിക്കരഞ്ഞു. അത് ദുഃഖമല്ല, 1000 സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും കണ്ണീരായിരുന്നു. അരുൺ മാസ്റ്ററുടെ കൈകളിൽ മുറുകെ പിടിച്ചു. സാർ, ഞാൻ ജീവിച്ചത് നിങ്ങളുടെ ഉപദേശം കേട്ടാണ്. നിങ്ങളുടെ സത്യസന്ധതയും നന്മയുമാണ് എന്നെ ഒരു കളക്ടറാക്കിയത്. ഞാനീ വലിയ സ്ഥാനത്തിരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്, അതെല്ലാം നിങ്ങളെനിക്ക് തന്ന വെളിച്ചമുണ്ടാണ്. എന്റെ വിജയം കണ്ടപ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടോ സാർ? അഭിമാനം മോനെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനം നീയാണ്. മാസ്റ്റർ സന്തോഷത്താൽ പൊട്ടിക്കരഞ്ഞു. പക്ഷേ എന്റെ മകൻ വിനോദ്,
ഞാനവനെ വളർത്തി വലുതാക്കി നല്ല വിദ്യാഭ്യാസം നൽകി. എന്നിട്ടും അവൻ എന്റെ ഈ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു. ഒരു മകൻ തന്റെ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. മാസ്റ്ററുടെ ആ വാക്കുകൾ അരുണിനെ തളർത്തി. മാസ്റ്റർക്ക് നഷ്ടപ്പെട്ടതെല്ലാം താൻ തിരികെ നൽകുമെന്ന് അരുൺ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. സാർ, നിങ്ങളുടെ സ്ഥാനം ഈ അനാഥാലയമല്ല, അരുൺ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഞാനെന്റെ കടം വീട്ടാൻ വന്നതാണ്. ഈ കളക്ടർ സ്ഥാനം എന്റെ വിജയം മാത്രമല്ല, നിങ്ങൾക്കുള്ള ഗുരുദക്ഷിണ കൂടിയാണ്. ഞാൻ നിങ്ങൾക്കായി ഒരിടം ഒരുക്കിയിട്ടുണ്ട്. എന്റെ കൂടെ വരണം. മാസ്റ്റർ വിസമ്മതിച്ചു. വേണ്ട മോനെ, നിനക്ക് നിന്റെ തിരക്കുകളുണ്ട്. ഞാനിവിടെ സുരക്ഷിതനാണ്. ഇല്ല സാർ, നിങ്ങൾ എന്റെ കുടുംബമാണ്. എനിക്ക് നിങ്ങളെ വേണം. ഞാൻ വന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. നിങ്ങളെനിക്ക് കാഴ്ച തന്ന ദൈവമാണ്. അരുൺ ഉടൻ തന്നെ മറിയാമ്മ ടീച്ചറുടെ അടുത്തേക്ക് പോയി. ടീച്ചർ, ശ്രീകുമാർ സാർ ഇനി എന്റെ കൂടെ എന്റെ വീട്ടിലായിരിക്കും. അദ്ദേഹത്തിന് വേണ്ട എല്ലാ പരിചരണവും ഞാൻ നൽകും. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഔദ്യോഗികമായി അനുമതി തേടുകയാണ്. മറിയാമ്മ ടീച്ചർക്ക് ആ വികാരത്തിന്റെ ആഴം മനസ്സിലായി. സന്തോഷം സാർ, അദ്ദേഹത്തെ നോക്കാൻ ഒരാളുണ്ടായല്ലോ. അദ്ദേഹത്തിന്റെ മകനെപ്പോലെയല്ല സാർ നിങ്ങൾ. അനാഥാലയത്തിലെ നടപടിക്രമങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കി അരുൺ മാസ്റ്ററെ വാങ്ങി തന്റെ കാറിലേക്ക് കയറ്റി. കാർ ഗേറ്റു കടന്നു പോകുമ്പോൾ മാസ്റ്റർ തിരിഞ്ഞു നോക്കി. ദുരിതത്തിന്റെ ആ 4 മാസങ്ങൾ ഓർമ്മകളിൽ നിന്ന് വേഗം മാഞ്ഞുപോയിരുന്നു. അരുണിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് നീ യാത്ര തിരിച്ചു. അതൊരു വലിയ സർക്കാർ ബംഗ്ലാവായിരുന്നു. പച്ചപ്പും പൂന്തോട്ടങ്ങളുമുള്ള വിശാലമായ വീട്. ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച മാസ്റ്റർക്ക് ഈ വീട് ഒരു സ്വപ്നലോകം പോലെ തോന്നി. കാർ ബംഗ്ലാവിന്റെ മുറ്റത്ത് വന്ന് നിന്നപ്പോൾ അരുണിന്റെ കുട്ടികൾ ഓടിവന്നു. അപ്പ വന്നു. അവർ കളക്ടറെ ആവേശത്തോടെ സ്വീകരിച്ചു. അരുണിന്റെ ഭാര്യ ആര്യയും അമ്മ ലീലയും മുറ്റത്തേക്ക് വന്നു. അരുൺ മാസ്റ്ററെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചു. അമ്മേ, അരുൺ ലീലയെ മാസ്റ്ററുടെ അടുത്തേക്ക് ക്ഷണിച്ചു. ഇതാണ് ശ്രീകുമാർ സാർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് എന്റെ കയ്യിൽ 100 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ കണ്ണട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 200 രൂപ തന്നത് ഈ ഗുരുനാഥനാണ്. സാറാണ് എന്റെ അമ്മയ്ക്ക് കാഴ്ച തിരിച്ചു നൽകിയത്. ലീല മാസ്റ്ററുടെ കാലിനു മുന്നിൽ കുനിഞ്ഞു. സാർ, എന്റെ ഈ കണ്ണുകൾ നിങ്ങളോടുള്ള കടം ഒരിക്കലും മറക്കില്ല. എന്റെ മോന് നല്ല ബുദ്ധി നൽകിയത് നിങ്ങളാണ്. ഈ വീടും എന്റെ മകനും ഇപ്പോൾ നിങ്ങളുടേതാണ്. ലീലയുടെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞിരുന്നു. അരുണിന്റെ ഭാര്യ ആര്യ മാസ്റ്ററെ ബഹുമാനത്തോടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ഇനി സാറിന്റെ സ്ഥാനം ഈ വീടാണ്. ഇവിടെ സ്നേഹവും ബഹുമാനവും മാത്രമേ ഉണ്ടാകൂ, ആര്യ പറഞ്ഞു. ശ്രീകുമാർ മാസ്റ്റർ വീണ്ടും കണ്ണീരണിഞ്ഞു. സ്വന്തം മകൻ ഉപേക്ഷിച്ചപ്പോൾ താൻ പഠിപ്പിച്ച മൂല്യങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു ശിഷ്യന്റെ വീട്ടിൽ തനിക്ക് സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഒരു വലിയ ലോകം തുറക്കപ്പെട്ടിരിക്കുന്നു. അന്നുമുതൽ ശ്രീകുമാർ മാസ്റ്റർ അരുണിന്റെ കുടുംബത്തിലൊരംഗമായി മാറി. അരുണിന്റെ മക്കളുടെ കഥകൾ കേട്ടും ലീലയുടെ സംരക്ഷണത്തിലും ആര്യയുടെ സ്നേഹത്തിലും അദ്ദേഹം സന്തോഷത്തോടെ ജീവിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവ് പതിയെ മെച്ചപ്പെട്ടു. മാസ്റ്റർക്ക് മനസ്സിലായി, ജീവിതത്തിൽ താൻ ചെയ്ത ഏറ്റവും വലിയ നിക്ഷേപം ആ 100 രൂപയുടെ സ്നേഹമായിരുന്നു. ആ സ്നേഹം എത്രയോ മടങ്ങ് വലുതായി തനിക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. കലക്ടറുടെ ബംഗ്ലാവിലെ വിശാലമായ പൂന്തോട്ടത്തിൽ ശ്രീകുമാർ മാസ്റ്റർ ഇപ്പോൾ ഒരു പുതിയ ജീവിതം നയിക്കുകയാണ്. പഴയ തളർച്ചയും ഓർമ്മക്കുറവും അദ്ദേഹത്തിൽ നിന്ന് പതിയെ മാഞ്ഞുപോയി. മാസ്റ്റർക്കിപ്പോൾ ലീലയുടെയും ആര്യയുടെയും കുട്ടികളുടെയും സ്നേഹം ലഭിക്കുന്നു. അരുണിന്റെ കുട്ടികൾ മുത്തച്ഛൻ എന്നുപോലെ മാസ്റ്ററുടെ ചുറ്റും കളിച്ചു നടന്നു. അവർക്ക് മാസ്റ്റർ കഥകൾ പറഞ്ഞുകൊടുത്തു. പ്രത്യേകിച്ച് 100 രൂപ കിട്ടിയാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന്റെ കഥ. കലക്ടറുടെ അമ്മയായ ലീല ടീച്ചർ മാസ്റ്റർക്ക് ആവശ്യമുള്ള പരിചരണങ്ങൾ നൽകി. അവർ തമ്മിൽ സംസാരിക്കുന്നത് പഴയ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും കാലത്തെക്കുറിച്ചായിരുന്നു. സാർ, ലീല ഒരു ദിവസം പറഞ്ഞു, എന്റെ മകൻ ഇന്ന് ആരായിരിക്കുന്നു എന്നതിന്റെ കാരണം ആ 200 രൂപയാണ്. ഞാനിപ്പോഴും ആ കണ്ണട സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് വെളിച്ചം മാത്രമല്ല തന്നത്, സാറിന്റെ നന്മയാണ് ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിച്ചത്. മാസ്റ്റർ ലീലയുടെ കയ്യിൽ വാത്സല്യത്തോടെ തലോടി. എനിക്കിപ്പോൾ മനസ്സിലായി ലീല, നന്മ എന്നത് ഒരു നിക്ഷേപമാണ്. അത് കൊടുക്കുന്നവർക്ക് തിരിച്ചു കിട്ടും. സ്വന്തം മകൻ ഉപേക്ഷിച്ചിടത്ത് ഞാൻ സ്നേഹം നൽകിയ ഒരു ശിഷ്യൻ എനിക്ക് ജീവിതം തിരികെ നൽകിയിരിക്കുന്നു. എന്റെ കടം വീട്ടിയത് അരുൺ പണം കൊണ്ടല്ല, അവന്റെ ഹൃദയം കൊണ്ടാണ്. ഈ വീട്ടിലെ ഓരോ നിമിഷവും ശ്രീകുമാർ മാസ്റ്റർക്ക് സമാധാനം നൽകി. എന്നാൽ ഈ സമാധാനത്തിന്റെ മറുപുറത്ത് വിനോദിന്റെ ലോകം ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. വിനോദിന്റെ ബിസിനസ് തകർന്നത് കേവലം സാമ്പത്തികമായി മാത്രമായിരുന്നില്ല. നിയമവിരുദ്ധമായ ഇടപാടുകളിലേക്ക് അവൻ തിരിഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ്, ചതി ഇവയെല്ലാം അവനെ നിയമത്തിന്റെ പിടിയിലാക്കി. കൂട്ടുകാർ അവനെ ചതിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. അവൻ പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുകയും ഒടുവിൽ പോലീസിന്റെ പിന്തുടർച്ചയിലാവുകയും ചെയ്തു. പണം,
അധികാരം, ആഡംബരം ഇവയെല്ലാം അവനിൽ നിന്ന് ചോർന്നുപോയി. അവനൊരോട്ടത്തിലായിരുന്നു. കീറിയ വസ്ത്രം, വൃത്തിയില്ലാത്ത രൂപം, കണ്ണുകളിൽ ഉറക്കമില്ലായ്മയുടെയും ഭയത്തിന്റെയും നിഴൽ. അവസാനം എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അവൻ ഓർമ്മ വന്നത് ഒരേയൊരു രക്ഷാകവചത്തെക്കുറിച്ചാണ്: അച്ഛൻ. ഒരു വൈകുന്നേരം എല്ലാവരും ശാന്തമായി സംസാരിച്ചിരിക്കുന്ന നേരത്ത് കളക്ടറുടെ ബംഗ്ലാവിന്റെ വലിയ ഗേറ്റിനു മുന്നിൽ ഒരു ദുർബലമായ രൂപം വന്നു നിന്നു. "എന്റെ അച്ഛനിവിടെയുണ്ട്, എനിക്കദ്ദേഹത്തെ കാണണം." കീറിപ്പരിഞ്ഞ വേഷത്തിൽ, മുഖം വൃത്തിഹീനമായ നിലയിൽ വിനോദ് സെക്യൂരിറ്റി ജീവനക്കാരനോട് പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ഭയം കലർന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ വിനോദിന്റെ രൂപം കണ്ട് സംശയിച്ചു. "ആരാണ് നിങ്ങൾ? നിങ്ങളുടെ അച്ഛനോ?" "അദ്ദേഹം ശ്രീകുമാർ മാസ്റ്ററാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്, വിനോദ്. എന്റെ അവസ്ഥ മോശമാണ്. അദ്ദേഹത്തെ കണ്ടേ മതിയാവൂ." വിനോദ് കെഞ്ചി. സെക്യൂരിറ്റി അകത്തുപോയി ശ്രീകുമാർ മാസ്റ്ററെ വിവരമറിയിച്ചു. വൃത്തിയുള്ള മുറിയിൽ അരുൺ സമ്മാനിച്ച പുതിയ കസേരയിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്ന മാസ്റ്ററുടെ അടുത്തേക്ക് സെക്യൂരിറ്റി ജീവനക്കാരൻ വന്നു. "സാർ, വിനോദ് എന്നു പേരുള്ള ഒരാൾ ഗേറ്റിലുണ്ട്. അദ്ദേഹം സാറിന്റെ മകനാണെന്ന് പറയുന്നു. സാറിനെ കാണണമെന്ന് നിർബന്ധം." മാസ്റ്ററുടെ മുഖത്തെ ശാന്തത പെട്ടെന്ന് മാഞ്ഞു. ഓർമ്മകൾ ഒരു കൊടുങ്കാറ്റുപോലെ അദ്ദേഹത്തെ അലട്ടി. അനാഥാലയത്തിലെ ഒറ്റപ്പെടൽ, വിനോദിന്റെ ക്രൂരമായ വാക്കുകൾ എല്ലാം മനസ്സിൽ മിന്നിമറിഞ്ഞു. ശ്രീകുമാർ മാസ്റ്റർ കണ്ണടച്ച് ദീർഘമായി ശ്വാസമെടുത്തു പറഞ്ഞു: "എന്റെ മകനോ? എന്റെ മകൻ എന്നെ മരിച്ചുപോയി. അവന് ഞാൻ നൽകിയ സ്നേഹത്തിന്റെയും മൂല്യങ്ങളുടെയും പാഠം അവൻ വലിച്ചെറിഞ്ഞു. അവനോട് പോകാൻ പറയൂ. എനിക്കവനെ കാണണ്ട." സെക്യൂരിറ്റി ഗാർഡ് തിരികെ ഗേറ്റിലെത്തി വിനോദിനോട് മാസ്റ്ററുടെ വാക്കുകൾ ആവർത്തിച്ചു. വിനോദ് തകർന്നുപോയി. "ഇല്ല, എനിക്ക് അച്ഛനെ കണ്ടേ മതിയാവൂ. അദ്ദേഹത്തോട് പറയൂ, ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാണെന്ന്. എന്റെ ബിസിനസ് തകർന്നു. എനിക്കാരുമില്ല. അച്ഛനില്ലാതെ എനിക്ക് പോകാൻ കഴിയില്ല." വിനോദ് ഗേറ്റിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. വിനോദിന്റെ കരച്ചിൽ മാസ്റ്ററുടെ ചെവിയിലെത്തി. മനസ്സ് വേദനിച്ചു. എങ്കിലും അദ്ദേഹം ദൃഢത പാലിച്ചു. സെക്യൂരിറ്റി വീണ്ടും വന്ന് നിർബന്ധിച്ചപ്പോൾ മാസ്റ്റർ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഈ അധ്യായം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ വിനോദിന് ഒരിക്കലും ഒരു നല്ല ജീവിതമുണ്ടാകില്ല. മാസ്റ്റർ മെല്ലെ പുറത്തേക്ക് നടന്നു. ഗേറ്റിനടുത്ത് ആ പഴയ വിദ്യാർത്ഥിക്ക് 200 രൂപ നൽകിയ അതേ ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം നിന്നു. വിനോദ് ആഡംബരവേഷങ്ങളില്ലാത്ത തകർന്ന തന്റെ മകൻ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി ഗേറ്റിനരികിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. "അച്ഛാ." വിനോദ് മാസ്റ്ററുടെ കാൽക്കൽ വീഴാൻ ശ്രമിച്ചു. "വേണ്ട വിനോദ്." മാസ്റ്റർ ശക്തമായി പിന്തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് ദേഷ്യത്തിന്റെ കണ്ണീരല്ല, നഷ്ടബോധത്തിന്റെ വേദനയായിരുന്നു. "അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ എല്ലാം തെറ്റായി ചെയ്തു. നിങ്ങളുടെ വാക്കുകൾ ഞാൻ കേട്ടില്ല. ഞാനിപ്പോൾ പണം നഷ്ടപ്പെട്ട് പോലീസിനെ പേടിച്ച് ഒറ്റപ്പെട്ട നിലയിലാണ്. എനിക്കൊരു സഹായം തരണം. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുത്." മാസ്റ്റർ വിനോദിന്റെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. "വിനോദ്, നീ ഇവിടെ വന്നത് എന്തിനാണ്? എന്നോടുള്ള സ്നേഹം കൊണ്ടോ അതോ എന്റെ സ്ഥാനം കൊണ്ടും ഈ വീടിന്റെ ഐശ്വര്യം കണ്ടിട്ടോ? ഞാൻ നിന്നെ വളർത്തി വലുതാക്കി. നീ ചോദിക്കുന്നതിനു മുൻപ് തന്നെ ഞാൻ നിനക്ക് വേണ്ടതെല്ലാം നൽകി. എന്നിട്ടോ നീ എന്നെ കൊണ്ടുപോയി ഉപേക്ഷിച്ചത് ആ അനാഥാലയത്തിലാണ്." മാസ്റ്ററുടെ ശബ്ദം ഇടറി, പക്ഷേ വാക്കുകൾ ഇരുമ്പിന്റെ ദൃഢതയോടെ പുറത്തുവന്നു. "നീ എനിക്ക് നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ്. ഒരച്ഛന്റെ മനസ്സ് എങ്ങനെ തകർക്കാമെന്ന് നീ ലോകത്തിന് കാണിച്ചുകൊടുത്തു. നീ എന്റെ നന്മയെ ചവിട്ടിയരച്ചു. ഇന്ന് നീ ദാരിദ്ര്യത്തിലും ഭയത്തിലുമാണ്. ഇത് നിന്റെ തെറ്റുകൾക്ക് നീ അനുഭവിക്കേണ്ട ശിക്ഷയാണ്. എന്നെ ക്ഷമിക്കണമച്ഛാ." വിനോദ് വീണ്ടും കരഞ്ഞു. "ക്ഷമയോ വിനോദ്? എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. നീ എന്നെ ഉപേക്ഷിച്ചപ്പോൾ എന്റെ മകൻ എന്നെ മരിച്ചുപോയി. നീ എനിക്കിപ്പോൾ അന്യനാണ്. ഞാൻ എന്റെ കടം വീട്ടിയത് അരുൺ വഴിയാണ്. എന്റെ ജീവിതം വീണ്ടെടുത്തതും അരുൺ വഴിയാണ്. എന്റെ യഥാർത്ഥ മകൻ അവനാണ്. നിനക്ക് എന്റെ അടുത്തുനിന്ന് ഒന്നും കിട്ടില്ല. നീ പോകൂ. നിന്റെ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം നീ അനുഭവിച്ചു തീർക്കുക." ശ്രീകുമാർ മാസ്റ്റർ തിരിഞ്ഞു നടന്നു. അദ്ദേഹത്തിന്റെ ഓരോ കാൽവെപ്പും തന്റെ സ്വന്തം മകനോടുള്ള ആജീവനാന്ത ബന്ധം മുറിച്ചുമാറ്റുന്നതിന്റെ വേദനയിൽ വിറച്ചു. വിനോദ് ആ ഗേറ്റിനരികിൽ നിസ്സഹായനായി നിന്നു. രക്ഷയില്ലാതായപ്പോൾ അവൻ ആ ബംഗ്ലാവിന്റെ പ്രൗഢിയിൽ നിന്ന് ഇരുട്ടിലേക്ക് തിരിഞ്ഞു നടന്നു. അല്പം കഴിഞ്ഞ് കളക്ടർ അരുൺ ഔദ്യോഗിക തിരക്കുകൾ കഴിഞ്ഞ് വീട്ടിലെത്തി. സെക്യൂരിറ്റി ഗാർഡ് വിനോദ് വന്ന കാര്യവും മാസ്റ്ററുടെ പ്രതികരണവും അദ്ദേഹത്തെ ധരിപ്പിച്ചു. അരുൺ എല്ലാം കേട്ടു. ശാന്തനായി. വിനോദിന്റെ ദുരവസ്ഥ അദ്ദേഹത്തിന് ദുഃഖമുണ്ടാക്കിയെങ്കിലും മാസ്റ്ററുടെ വേദനയാണ് വലുതെന്ന് അരുണിനറിയാമായിരുന്നു. "സാർ എവിടെയുണ്ട്?" അരുൺ ചോദിച്ചു. "മാസ്റ്റർ മുറിയിൽ പോയി. ആകെ വിഷമത്തിലായിരുന്നു സാർ," ഗാർഡ് പറഞ്ഞു. അരുൺ നേരെ മാസ്റ്ററുടെ മുറിയിലേക്ക് പോയി. മാസ്റ്റർ ജനലിനരികിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു.
അരുൺ മാസ്റ്ററുടെ തോളിൽ കൈവച്ചു. സാർ. മാസ്റ്റർ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇപ്പോഴും വിനോദിന്റെ ക്രൂരമായ മുഖമുണ്ടായിരുന്നു. അരുൺ, എന്റെ മകന് സംഭവിച്ച ദുരന്തം എന്റെ തെറ്റായിരുന്നോ? ഞാനവനെ സ്നേഹിച്ചത് അധികമായിരുന്നോ? മാസ്റ്റർ തേങ്ങി. ഒരിക്കലുമല്ല സാർ. അരുൺ ആശ്വാസവാക്കുകൾ നൽകി. നിങ്ങൾ അവന് സ്നേഹവും മൂല്യങ്ങളും നൽകി. തിരഞ്ഞെടുത്ത് അവന്റേതായിരുന്നു. നന്മയുടെ പാത തിരഞ്ഞെടുക്കാൻ അവന് കഴിഞ്ഞില്ല. നിങ്ങളുടെ പാഠങ്ങൾ വെറുതെ ആയിട്ടില്ല. ഞാനിവിടെയുണ്ട്. ഞാൻ നിങ്ങളുടെ മകനാണ്. നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന്റെ കടം വീട്ടാൻ ഞാനിവിടെയുണ്ട്. അരുണിന്റെ വാക്കുകൾ മാസ്റ്റർക്ക് ആശ്വാസം നൽകി. അദ്ദേഹം തന്റെ ശിഷ്യനെ കെട്ടിപ്പിടിച്ചു. ലോകം അവർക്കു വേണ്ടി വീണ്ടും ശാന്തമായി. ശ്രീകുമാർ മാസ്റ്റർക്ക് തന്റെ യഥാർത്ഥ വീടും യഥാർത്ഥ കുടുംബവും ലഭിച്ചിരിക്കുന്നു. നന്മയുടെ വിത്ത് മുളച്ചു വളർന്ന് അദ്ദേഹത്തിന് തണലും അഭയവും നൽകിയിരിക്കുന്നു. അരുണിന്റെ കുടുംബത്തോടൊപ്പം ശ്രീകുമാർ മാസ്റ്റർ സന്തോഷത്തോടെ ജീവിച്ചു. കാലം തെളിയിച്ചു, ഒരു നന്മയും ഒരിക്കലും പാഴായി പോകില്ല. അത് കാലാന്തരത്തിൽ എത്രയോ മടങ്ങ് വലുതായി നമ്മെ തേടിവരും.